പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെയാൽ താരയിൽ നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ നാഥ, ഈ കരുണയുടെ സമയം പൂർണ്ണമായി ഞങ്ങളെ തന്നെ നിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നിൻ്റെ മഹാകരുണ യാചിച്ചുകൊണ്ട് നിൻ്റെ മുമ്പിലായിരിക്കുന്നു. ഈശോയെ, നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവരെ നീ ഒരിക്കലും തള്ളിക്കളയത്തില്ല എന്ന് നീ വാഗ്ദാനം ചെയ്തതാണ്. ആ ഒരു വലിയ കാരുണ്യത്തിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം നിൻ്റെ മുമ്പിലായിരിക്കുന്നു. ഈശോയെ, മനുഷ്യവംശത്തോടുള്ള നിന്റെ അനന്തമായ സ്നേഹമാണ് ഞങ്ങൾ ഈ അൾത്താരയിൽ കാണുക. എത്ര വലിയ സ്നേഹമാണ് നീ ഞങ്ങളോട് കാണിച്ചിരിക്കുന്നത്. ഞങ്ങളിൽ ആരും നശിച്ചു പോകാതെ നിന്റെ സ്നേഹത്തിലായിരിക്കുവാൻ, നിന്നോട് ഒപ്പമായിരിക്കുവാൻ നീ ആഗ്രഹിച്ചു. നിന്നിൽ വിശ്വസിക്കുന്നവരെല്ലാം ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തിയ എന്ന വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഈശോയെ, ഇത്ര അധികമായി ഞങ്ങളെ സ്നേഹിക്കുമ്പോൾ നിന്റെ സ്നേഹത്തിൽ ആശ്രയിക്കുവാൻ ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. അങ്ങയുടെ മുമ്പിലായിരുന്നു കൊണ്ട് ഈ മണിക്കൂറിൻ്റെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ച് ഭക്തിയോടെ ഒന്നു ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, കഴിഞ്ഞൊരു വർഷക്കാലം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ നൽകി. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതും നമ്മുടെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ പദ്ധതികൾക്കനുസരിച്ചാണ്. അത്രമാത്രം വലിയ കരുണയോടെ, കരുതലോടെ ദൈവം നമ്മളെ പരിപാലിച്ചു. പുറകോട്ട് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ പരിപാലന കാണുവാൻ സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നത് 10 കുഷ്ഠരോഗികളെ കുറിച്ചാണ്. സമൂഹം അവരെ ഒറ്റപ്പെടുത്തുകയും അവരെ സമൂഹത്തിൽ മറ്റുള്ളവരിൽ നിന്നൊക്കെ അകറ്റി നിർത്തുകയും കുടുംബത്തിൽ നിന്ന് പോലും അവരെ മാറ്റി നിർത്തുകയാണ്. യാതൊരു അവകാശവും ഇല്ലാത്ത രീതിയിൽ എല്ലാവരാലും വെറുക്കപ്പെട്ടവരായി ജീവിച്ചിരുന്ന അവർ സൗഖ്യത്തിനായിട്ട് അവർ കേണപേക്ഷിക്കുകയാണ്. ഈശോ കടന്നു പോകുന്നറിയുമ്പോൾ അവർ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, നീ തരുന്ന വലിയ സൗഖ്യം ഞങ്ങൾക്ക് തരണമേ. മനസ്സലിവുള്ളവനാണ്, കരുണയുള്ളവനാണ്, എല്ലാവരോടും അനുകമ്പയോടെ പെരുമാറുന്നവനാണ് ഈശോ എന്നുള്ള കാര്യം എല്ലാവരും ഒരുപോലെ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുഷ്ഠരോഗികൾ മനസ്സുരുകി ഈശോയെ വിളിക്കുകയാണ്. അപ്പോൾ അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ ആശ്വസിപ്പിക്കുന്ന ഈശോയെ കാണാൻ പറ്റും. അവരോട് പറയുന്ന കാര്യം, നീ പോയി പുരോഹിതൻ്റെ അടുത്ത് പോയി നിങ്ങളെ തന്നെ സാക്ഷ്യപ്പെടുത്തുക. അതായത് നിനക്ക് സൗഖ്യം കിട്ടും, നീ പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അവനോട് പറയുന്നത്, നീ പോയി പുരോഹിതനെ നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. കാരണം അവരുടെ കുഷ്ഠം മാറി എന്ന് പുരോഹിതൻ സാക്ഷ്യപ്പെടുത്തുമ്പോഴാണ് അവരെ തിരിച്ച് സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ കുടുംബങ്ങളിലേക്കൊക്കെ സ്വീകരിക്കുക. അതുവരെ തൻ്റെ പ്രിയപ്പെട്ടവരുടെ സ്ഥലങ്ങളിൽ പോലും, അല്ലെ കുടുംബത്തിലോ അല്ലെങ്കിൽ ആളുകൾ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങളിലൊന്നും അവർക്ക് താമസിക്കാൻ പറ്റത്തില്ല. ഒരു പുരോഹിതൻ സാക്ഷ്യപ്പെടുത്തുകയാണ്, അവൻ സൗഖ്യമുള്ളവനായി എന്ന് പുരോഹിതൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അവനെ വീണ്ടും സമൂഹത്തിലേക്ക് സ്വീകരിക്കും. അതുകൊണ്ട് ഈശോ പറയുന്നു, നീ പോയി നിന്റെ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുക, നീ സൗഖ്യമായവനാണ്. അവരാ പോകുന്ന വഴി ഈശോ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് അവർ ഓടിപ്പോകുന്ന വഴിയിൽ തന്നെ അവർ സൗഖ്യം പ്രാപിക്കുകയാണ്. തനിക്ക് സൗഖ്യം ലഭിച്ചു എന്നറിയുമ്പോൾ അതിലെ സമറായക്കാരനായ ഒരു വ്യക്തി അവൻ തിരിഞ്ഞു നടക്കുകയാണ്. അവൻ ചിന്തിക്കുന്നത്,
എൻ്റെ ജീവിതത്തിൽ എനിക്ക് സൗഖ്യം നൽകിയത് എൻ്റെ ദൈവമായ കർത്താവാണ്. സർവശക്തനായ ദൈവമാണ് എനിക്ക് സൗഖ്യം നൽകിയത്. അതുകൊണ്ട് ഞാൻ പുരോഹിതനെ കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ദൈവത്തിന് നന്ദി പറയണം. ആ ഒരു വലിയ മനോഭാവത്തോടെ ഈശോയുടെ അടുക്കലേക്ക് വരുന്ന ആ ഒരു വ്യക്തിയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്ന ഈശോ വീണ്ടും ചോദിക്കുന്നുണ്ടോ, 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേരെവിടെ? അവർക്കാർക്കും വന്ന് ദൈവത്തെ സ്തുതിക്കണം, നന്ദി പറയണമെന്നൊന്നും തോന്നിയില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ? പലപ്പോഴും നമ്മുടെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ കഴിവ്, നമ്മുടെ സ്വാധീനങ്ങൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ വ്യക്തിപരമായ കൂട്ടുകെട്ടുകൾ, ഇതിലൊക്കെ പലപ്പോഴും ഒത്തിരിയേറെ ആശ്രയം വയ്ക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവരെക്കാളൊക്കെ ഉപരിയായിട്ട്, ഈ ലോകത്തിലെ വസ്തുക്കളെക്കാൾ ഉപരിയായിട്ട് നമ്മളെ പരിപാലിച്ചത് ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ്. എല്ലാവരുടെയും മേൽ ദൈവം തൻ്റെ കാരുണ്യം സമർത്ഥമായിട്ട് വർഷിക്കുന്നു. വചനത്തിലുടനീളം കാണാൻ പറ്റും. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ജീവിതത്തിലേക്കെല്ലാം ദൈവം തൻ്റെ സമർത്ഥമായ കരുണ ചൊരിഞ്ഞു. 10 കുഷ്ഠരോഗികൾ ഈശോയുടെ അടുക്കൽ വിളിച്ചു പറഞ്ഞു, ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണം, ഞങ്ങൾക്ക് സൗഖ്യം തരണമേ എന്ന്. ആ 10 പേർക്ക് സൗഖ്യം കിട്ടി. പക്ഷെ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ വളരെ പ്രിയപ്പെട്ടവനായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദിവ്യകാരുണ്യനാഥനോടൊപ്പം ഈ കരുണയുടെ തിരുമണിക്കൂർ നമ്മൾ ചെലവഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാവുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ സാഹചര്യങ്ങൾക്കും നന്ദി പറയാൻ നന്ദിയുള്ളവരായിട്ട് നമുക്ക് മാറാം. തെസ്സലോനിക്കക്കാർക്ക് ഇത് ലേഖനം, 1-ാം ലേഖനം, അതിൻ്റെ 5-ാമത്തെ അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ, 16, 17, 18 തിരുവചനങ്ങൾ പറയുന്നത്, എപ്പോഴും സന്തോഷത്തോടു കൂടെ ആയിരിക്കുവൻ. എപ്പോഴും സന്തോഷത്തോടു കൂടെ ആയിരിക്കുവൻ. ഓരോ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അവൻ കൊണ്ടു നടക്കേണ്ട പ്രധാനപ്പെട്ട സവിശേഷത, അവനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് മറ്റുള്ളവർ അറിയുന്നത് അവൻ്റെ സ്വഭാവത്തിലാണ്. പരസ്പര സ്നേഹത്തിലൂടെ ആയിരുന്നു ഓരോ ആദിമ ക്രിസ്ത്യാനികളാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞിരുന്നു. ഇതുപോലെ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളെക്കുറിച്ച് പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്. പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടു കൂടെ ആയിരിക്കും. അതായത് നമ്മൾ സങ്കടപ്പെടേണ്ടവരല്ല, മറിച്ച് നമ്മുടെ സാന്നിധ്യം പോലും മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്നത്, മറ്റുള്ളവർക്ക് ഒരു വലിയ മോട്ടിവേഷൻ കൊടുക്കുന്ന ഒന്നായിട്ട് മാറണം. രണ്ടാമതായിട്ട്, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കും. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കും. കാരണം ദാനമായിട്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടിയിരിക്കുന്നത്. നമ്മൾ നേടിയതല്ല, നമുക്കെല്ലാം ദൈവം സാധ്യമാക്കി തന്നതാണ്. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. പലപ്പോഴും ദൈവത്തിന് നന്ദി പറയുകയും നമ്മുടെ കൂടെയുള്ള നമുക്ക് ഓരോ ഉപകാരങ്ങൾ ചെയ്തു തരുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് സഹായകമാകുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. അവരോടൊക്കെ നന്ദിയോടെ താങ്ക് യു എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രകാരം നന്ദിയുടെ ഒരു വലിയ ജീവിതം, ഒരു ജീവിത ശൈലി നമ്മൾ രൂപപ്പെടുത്തുമ്പോൾ ദൈവം കൂടുതൽ സംപ്രീതനാവുകയാണ്. മൂന്നാമതായിട്ട് പറയുന്നു, ഇടപെടാതെ പ്രാർത്ഥിക്കുവൻ. ഇടപെടാതെ പ്രാർത്ഥിക്കുവൻ. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ട് നമ്മൾ ചേർന്നിരിക്കുന്ന അവസ്ഥയാണ്. ദൈവത്തോട് എൻ്റെ ഹൃദയ വിചാരങ്ങൾ മുഴുവനും പങ്കുവയ്ക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവനും ഒരു പ്രാർത്ഥനയായിട്ട് മാറും. ഇടപെടാതെ പ്രാർത്ഥിക്കണമെന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുമ്പോൾ അതിലൂടെ പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്ന കാര്യം നമ്മുടെ ജീവിതം മുഴുവനും ഒരു പ്രാർത്ഥനയായിട്ട് മാറണം. പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം, ഈശോയെ, നിന്നെ സ്തുതിച്ച് നീ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നീയുമായുള്ള വലിയ ആഴമായ ബന്ധം കാത്തുസൂക്ഷിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. 10 കുഷ്ഠരോഗികളുടെ ജീവിതത്തിലും അവൾ സൗഖ്യം ലഭിച്ചു എന്നറിഞ്ഞ് അവൾ തിരിച്ചു വന്ന സമറായക്കാരൻ, അവൻ ചെയ്തത്, അവൻ്റെ സന്തോഷം അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത് കാണാൻ പറ്റും. അവൻ ഇടപെടാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവൻ്റെ ജീവിതം മുഴുവനും ഇനി പ്രാർത്ഥനയുടെ ഒരു ജീവിതമാക്കി മാറ്റുകയാണ്. ദൈവത്തിന് നന്ദി പറയുന്ന, തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കും തനിക്ക് ലഭിച്ച സൗഖ്യത്തിനും നന്ദി പറയുന്ന ആ ഒരു കുഷ്ഠരോഗിയെ കാണാൻ പറ്റും.
പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും അപ്രകാരം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ച് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് പരിശോധിക്കാം. പ്രിയപ്പെട്ടവർ, വീണ്ടും പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, എല്ലാം പരിശോധിച്ച് നോക്കുവൻ, നല്ലവയെ മുറുകെ പിടിക്കുവൻ, എല്ലാത്തരം തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുവൻ. അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ഒത്തിരി തിന്മയായിട്ടുള്ളത് സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ ആ ഒരു കൽപ്പനകളൊക്കെ ലംഘിച്ചുകൊണ്ട് തിന്മയുടെ പാതയിൽ ചരിച്ചു പോയിട്ടുണ്ട്. വീണ്ടും നമ്മളെ പൗലോസ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നത്, എല്ലാം പരിശോധിച്ച് നോക്കുവാൻ, പുറകോട്ട് നോക്കി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് നോക്കാനും നല്ലതായിട്ടുള്ളതിനെ മുറുകെ പിടിക്കുവാനും തിന്മയായിട്ടുള്ളതിനെ ഉപേക്ഷിക്കുവാനും ആഹ്വാനം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്റെ ആത്മാവിൻ്റെ വലിയ ശക്തിയാൽ ദൈവിക ജ്ഞാനത്താൽ നിറഞ്ഞ് നല്ലതെന്താണെന്ന് തിരിച്ചറിഞ്ഞ് തിന്മയായിട്ടുള്ളതിനെ ഉപേക്ഷിക്കുവാനായിട്ടുള്ള വലിയ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കാരുണ്യം സമർത്ഥമായി ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഇനിയുള്ള ദിവസങ്ങൾ, മുൻപോട്ടുള്ള ദിവസങ്ങൾ കൂടുതൽ ദൈവാനുഗ്രഹം ലഭിക്കുന്നതിനും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ജീവിക്കുവാനായിട്ടുള്ള കൃപ തരണമേ എന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ദിവ്യകാരണനാഥൻ്റെ ആശീർവാദത്തിനായി നമ്മൾ ഒരുങ്ങുന്ന സമയമാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഈ യോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. വളരെ പ്രത്യേകമായി നമ്മുടെ വ്യക്തിപരമായ വിശ്വാസ ജീവിതത്തെയും കുടുംബ ജീവിതത്തെയും എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഓൺലൈനിലൂടെ ഒത്തിരിയേറെ ആളുകൾ കർത്താവേ നിന്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ എല്ലാ നിയോഗങ്ങളും അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും അങ്ങ് നിറവേറ്റി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കഴിഞ്ഞൊരു വർഷക്കാലം നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. ഒത്തിരിയേറെ കുറവുകളൊക്കെ ഉണ്ടായിട്ടും ഒത്തിരിയേറെ വീഴ്ചകളുണ്ടായിട്ടും നിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയിട്ടും വലിയ കാരുണ്യത്തോടെ നീ ഞങ്ങളെ വീണ്ടും ചേർത്ത് പിടിക്കുന്നു. ഈശോയെ, നിന്റെ അതിരറ്റ വലിയ സ്നേഹത്തെയും കരുണയെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, നിന്റെ ആശീർവാദത്തിനായിട്ട് ഞങ്ങൾ മുട്ടിന്മേലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്റെ വലിയ കരുണ ചൊരിയണമേ. നിന്റെ സ്നേഹവും സമാധാനവും കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കർത്താവെ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിന് മുമ്പിൽ ശിരസ്സ് നമിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.